ഹായ്. കുറേ ദിവസങ്ങൾക്ക് ശേഷം ഞാൻ വീട്ടിലെത്തി കേട്ടോ. അമ്മയുടെ ബർത്ത്ഡേ ആയിരുന്നു ജൂൺ 26-ന്. വരാൻ പറ്റിയില്ല. അമ്മയ്ക്ക് എല്ലാവരെയും കാണുന്ന ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ വഴക്കാളി ലച്ചുകുട്ടൻ. അവൾക്ക് ഈ പൂ കൊടുക്കുന്നത് ബർത്ത്ഡേ ആയിട്ടല്ല, MSCക്ക് അഡ്മിഷനായി കാര്യവട്ടം ക്യാമ്പസിൽ. ഇതാണ് എൻ്റെ ജീവൻ അച്ചുക്കുട്ടൻ. കുഞ്ഞിൻ്റെ ബർത്ത്ഡേ ആണ്. രാവിലെ മുതൽ ഞങ്ങളെ കാത്തിരിക്കുവാണ് എൻ്റെ കുഞ്ഞ്. വീഡിയോ ഒക്കെ എടുക്കുന്നത് അവന് ഭയങ്കര ചമ്മലാണ്. അമ്മ പൂവൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ടോ? സ്നേഹവും കൊഞ്ചലും ഒക്കെയാണ് ഈ കാണുന്നത്. കഥകളും സ്കൂളിലെ വിശേഷങ്ങളും ഒക്കെ ഇനി പതിയെ പറയും. ലച്ചുകുട്ടന് വീഡിയോയിൽ ചിരിക്കാനൊക്കെ ഭയങ്കര ചമ്മല. വീഡിയോ എടുക്കുന്നതിന് വഴക്ക് പറയുവാണ് എന്നെ. ഇതാണ് എൻ്റെ ഏട്ടപ്പൻ. എൻ്റെ എല്ലാ ആഗ്രഹങ്ങളും സാധിച്ചു തരുന്ന ആളാണ് കേട്ടോ. അമ്മ എന്തൊക്കെയോ തമാശ പറഞ്ഞ് ചിരിക്കുക. എനിക്ക് ഇടുക്കിയിലേക്ക് ട്രാൻസ്ഫർ ആയപ്പോൾ ഞാനും എൻ്റെ മക്കളും പല സ്ഥലത്തായി. ഇതുപോലെ വല്ലപ്പോഴുമാണ് ഒന്നിച്ചു കൂടുന്നത്. പുതിയ കോളേജിലേക്കും ഹോസ്റ്റലിലേക്കും ഒക്കെ പോകുന്നതിൻ്റെ ഭയങ്കര ചർച്ചയാണ് കേട്ടോ ഇവള്. അച്ഛനും മോനും കൂടെയുള്ള കൊഞ്ചൽ കണ്ടോ? അതിൻ്റെ ഇടയ്ക്ക് എൻ്റെ ഒരു ചെറിയ പട്ടിഷോ ഉണ്ട് കേട്ടോ, പൂവൊക്കെ വെച്ച്. ചേട്ടന്മാരുടെ കുഞ്ഞു വാവയാണ് കേട്ടോ അച്ചുക്കുട്ടൻ. ചേട്ടന്മാരെന്ന് പറഞ്ഞാൽ അവന് ജീവന്. അവന്മാർക്കും അങ്ങനെ തന്നെ. ചേച്ചി പോകുന്നതിൽ വലിയ വിഷമമാണ് കേട്ടോ അച്ചുക്കുട്ടന്. ചേച്ചിയെ കൊണ്ടുവിടാൻ പോകണം, അതുകൊണ്ട് ഞാൻ സ്കൂളിൽ പോവില്ല എന്ന് നേരത്തെ പെർമിഷൻ എടുത്തേക്കുക. ഉച്ചക്കത്തേക്ക് ഞങ്ങൾ ബിരിയാണി വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ. മുണ്ടക്കയത്തുള്ള ടൗൺ ബേക്കറിയിൽ നിന്നാണ് വാങ്ങിയത്. കുട്ടിക്കാലത്തും ഉണ്ട് കേട്ടോ ടൗൺ ബേക്കറി, പക്ഷേ ബിരിയാണിയുടെ ടൈം ആയില്ലായിരുന്നു അവിടെ. അതുകൊണ്ട് ഞങ്ങൾ മുണ്ടക്കയത്തു നിന്നാണ് വാങ്ങിയത്. ടൗൺ ബേക്കറിയിലെ ബിരിയാണി ഭയങ്കര ടേസ്റ്റിയാണ് കേട്ടോ. അവരുടെ മസാലയൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ്. ചിക്കൻ ദം ബിരിയാണി ആയിരുന്നു കേട്ടോ ഞങ്ങൾ വാങ്ങിച്ചത്. അമ്മയ്ക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. അമ്മയ്ക്കും അച്ചുക്കുട്ടനും ഒക്കെ ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ പപ്പയ്ക്കും ബിരിയാണി ഒത്തിരി ഇഷ്ടമായിരുന്നു കേട്ടോ. അച്ചുക്കുട്ടൻ പതിയെ ഭക്ഷണം കഴിക്കുള്ളൂ കേട്ടോ, പക്ഷേ ഫുള്ള് കഴിക്കും. അപ്പോൾ ബൈ.